ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് തിയറീസൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് സ്മൂത്തായിട്ട് നടക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിന് കുറേ തടസ്സങ്ങളുണ്ട്. അതിനാണ് നമ്മൾ വിളിക്കുക ബാരിയേഴ്സ് ടു ട്രേഡ്. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാരിയേഴ്സ് ഫിക്സ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഫിക്സ് ചെയ്യാറുണ്ട്. ഇതിനാണ് നമ്മൾ വിളിക്കുക ബാരിയേഴ്സ് ടു ട്രേഡ്. ഇപ്പോൾ WTO പോലുള്ള ഓർഗനൈസേഷൻസൊക്കെ മെയിനായിട്ട് എയിം ചെയ്യുന്നൊരു കാര്യം എന്താണ്? ഈ ബാരിയേഴ്സ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ ബാരിയേഴ്സ് ടു ട്രേഡ് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമേ രാജ്യങ്ങൾ തമ്മിൽ എന്തുണ്ടാവുള്ളൂ? ഫ്രീ ട്രേഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ബാരിയേഴ്സ് ടു ട്രേഡിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ കൺസെപ്റ്റ് നോക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് റീസെൻ്റ്ലി ഒരു UGC നെറ്റ് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: The type of tariff in which a consumer is penalized or given discount when the power factor falls below or above the reference value respectively. ഇതാണ് ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്നിരുന്നാൽ പോലും അതിലൊരു ഇൻഡയറക്റ്റും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ഇതാണ്: ഫ്ലാറ്റ് റേറ്റ് താരിഫ്, സ്ലൈഡിംഗ് സ്കെയിൽ താരിഫ്, 2 പാർട്ട് താരിഫ്, മാക്സിമം ഡിമാൻഡ് താരിഫ്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ബാരിയേഴ്സ് ടു ട്രേഡ് തന്നെ എന്താണ്? ഗവൺമെൻറ് ഇമ്പോസ്ഡ് അല്ലെങ്കിൽ നാച്ചുറൽ ഒബ്സ്റ്റക്കിൾസിൻ്റെ തടസ്സമാണ്. ദാറ്റ് റെസ്ട്രിക്റ്റ് ദി ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ കൺട്രീസ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിനെ തടയുന്നത് എന്താണോ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ബാരിയേഴ്സ് ടു ട്രേഡ്. ഈ ബാരിയേഴ്സ് ടു ട്രേഡ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: താരിഫ് ബാരിയർ എന്നും നോൺ താരിഫ് ബാരിയർ എന്നും. ഓക്കെ, അല്ലെങ്കിൽ താരിഫ് റെഗുലേഷൻ എന്നും നോൺ താരിഫ് റെഗുലേഷൻ എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് താരിഫ് ബാരിയർ എന്ന് നോക്കാം. വാട്ട് ഈസ് എ താരിഫ്? താരിഫ് എന്ന് പറഞ്ഞാൽ ടാക്സ് ആണ്. സിംപ്ലി എന്താണ്? ടാക്സ്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇപ്പോൾ US എന്നൊരു സാധനം ഇമ്പോർട്ട് ചെയ്യാണ്. USA നമ്മളെ രാജ്യത്തേക്ക് സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പം നമ്മളൊരു താരിഫ് ഫിക്സ് ചെയ്യുക, ടാക്സ് ഫിക്സ് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് 50% ടാക്സ് എന്ന് പറഞ്ഞിട്ട്, അതാണ് ഒരു താരിഫിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, അല്ലേ? യെസ്. അപ്പം താരിഫ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞു. ഇമ്പോർട്ട് കുറക്കാൻ വേണ്ടിയിട്ടാണ്. യൂസ് ടു റെസ്ട്രിക്റ്റ് ദി ഇമ്പോർട്ട്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ താരിഫ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് അവരിപ്പം ഇങ്ങോട്ടേക്ക് സാധനം ഇറക്കുമതി ചെയ്യുകയാണ്, USA ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പം അവർക്കൊരു പ്രൊഡക്റ്റിനൊരു പ്രൈസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ എത്തുമ്പോൾ നമ്മൾ പറയുകയാണ് 50% താരിഫ് നിങ്ങൾ പേ ചെയ്യണം. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ വില എന്ത് ചെയ്യും? വീണ്ടും കൂടും. അതാണ് ഈ താരിഫ് ചാർജ് ചെയ്യുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യില്ല? ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി തയ്യാറാവില്ല, കാരണം പ്രൈസ് കൂടുതലാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങും. അതാണ് അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതായത് ഫോറിൻ പ്രൊഡക്റ്റുകളെ ഡിസ്കറേജ് ചെയ്തിട്ട് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ താരിഫ് ബാരിയറിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് അതിൻ്റെ മീനിങ് പഠിച്ചു വെച്ചാൽ മതി, കാരണം എല്ലാ എക്സാമിനും ഈ ബാരിയേഴ്സ് ടു ട്രേഡ് എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഒന്നാമത് സ്പെസിഫിക് ഡ്യൂട്ടിയാണ്. അപ്പോൾ സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവിടെ താരിഫ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിൻ്റെ ബേസിലല്ല. ഓക്കെ, അതാണ് താഴത്തെ സെൻറ്റൻസ് നിങ്ങൾ നോക്കി. ദ വാല്യൂ ഓഫ് ദി പ്രൊഡക്റ്റ് ഈസ് നോട്ട് കൺസിഡേർഡ്. പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യില്ല, പകരം എന്താ കൺസിഡർ ചെയ്യുന്നത്? ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നുണ്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്സിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? താരിഫ് ചാർജ് ചെയ്യുന്നത്. സപ്പോസ് അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കാം. ഇത്ര ക്വാണ്ടിറ്റി ഇമ്പോർട്ട് ചെയ്യുമ്പം ഇത്ര ടാക്സ്, അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ്? ബാരൽ ഓഫ് ഓയിൽ. ഇപ്പോൾ ഓയിൽ നിങ്ങൾക്കറിയാം, അല്ലേ? നമ്മൾ പത്രത്തിലൊക്കെ ന്യൂസ് കാണുമ്പം ബാരൽ ഓയിലിന് ഇത്ര പൈസ കൂടി, ഇത്ര കുറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാം. 1 ബാരൽ ഓയിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ്. അപ്പം ഇവിടെ ഒരു ബാരൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണ് ഇത്ര ടാക്സ്. ഓക്കെ, അപ്പം സ്പെസിഫിക് ഡ്യൂട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം കൺസിഡർ ചെയ്യുന്നില്ല, പകരം അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? കൺസിഡർ ചെയ്യുന്നുള്ളൂ. രണ്ടാമത് അഡ് വലോറം ഡ്യൂട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. നേരത്തെ നമ്മൾ എന്താ പറയുന്നത്? വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ലാണ്, പക്ഷെ ഇവിടെ എന്തുന്നുണ്ട്? വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് വാല്യൂ ഓഫ് കമ്മോഡിറ്റീസ് ആഡഡ് ആസ് എ താരിഫ്. ഇപ്പോൾ സപ്പോസ് ഒരു 1,00,000 രൂപയുടെ സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? 1,00,000. അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു താരിഫ് ചാർജ് ചെയ്യുക. അതാണ് അഡ് വലോറം ഡ്യൂട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ വെയ്റ്റും വോളിയം ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. നേരത്തെ നമ്മൾ എന്താ കൺസിഡർ ചെയ്ത്? വെയ്റ്റ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്നുകിൽ വെയ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ വോളിയം, അല്ലേ?
അപ്പം അഡ് വലോറം ഡ്യൂട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വെയിറ്റും വോളിയം എന്നല്ല നോക്കുന്നത്, അതിൻ്റെ വാല്യൂ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പം അഡ് വലോറം ഡ്യൂട്ടിൻ്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ആർട്ട് വർക്ക്, ഓർണമെൻറ്റ്സ്, ആൻറ്റിക്സ് ഒക്കെയാണ്. ഇതിനൊക്കെ നമ്മൾ എന്താണ് ചെയ്യാം, അഡ് വലോറം ഡ്യൂട്ടിയാണ് ചാർജ് ചെയ്യുക. ഇനി കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഇപ്പം സ്പെസിഫിക് ഡ്യൂട്ടിയും പറഞ്ഞു, അഡ് വലോറം ഡ്യൂട്ടിയും പറഞ്ഞു. ഇത് രണ്ടിൻ്റെ കോമ്പിനേഷനാണ് നമ്മളിത് വിളിക്കുക കമ്പൈൻഡ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഡ്യൂട്ടി. അപ്പം ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ ഒരു ടാക്സ് ചാർജ് ചെയ്യും, അതേപോലെ തന്നെ അതിൻ്റെ വാല്യൂവിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് വിളിക്കുന്നുണ്ട്, മിക്സഡ് ഡ്യൂട്ടി റേറ്റ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ, ഇത് വളരെ സിമ്പിളാണ്, രണ്ടിൻ്റെയും കോമ്പിനേഷൻ. ഇനിയാണ് സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി. സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫീ എന്ന് പറയുന്നത് വേരിയബിൾ പ്രൈസ് ഫോർ പ്രൊഡക്റ്റ്. അത് ഫിക്സഡ് ആയിരിക്കില്ല, വേരിയബിൾ ആയിരിക്കും, മീൻസ് ചേഞ്ച് ചെയ്യും. എന്തിൻ്റെ ബേസിലാണ് ചേഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്ത സെൻറ്റൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കാം. ദ ടൈപ്പ് ഓഫ് താരിഫ് ഇൻ വിച്ച് എ കൺസ്യൂമർ ഈസ് പെനലൈസ്ഡ് ഓർ ഗിവൺ എ ഡിസ്കൗണ്ട് വെൻ ദി പവർ ഫാക്ടർ ഫാൾസ് ബിലോ ഓർ എബോവ് ദി റെഫറൻസ് വാല്യൂ. ഓക്കെ, അപ്പം ഇവിടെ റെഫറൻസ് വാല്യൂ എന്ന് പറയുന്നൊരു കേസ് വരുന്നുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് ഇലക്ട്രിസിറ്റീൻ്റെ കേസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി താരിഫുകളൊക്കെ ചാർജ് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയേ, പവർ ഫാക്ടർ എന്ന് പറയുന്നതാണ് ഹൗ എഫിഷ്യൻ്റ്ലി ഇലക്ട്രിസിറ്റി പവർ യൂസ്ഡ്. എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പവർ യൂസ് ചെയ്യുന്നത് എന്നാണ് എന്ത് നോക്കുന്നത്, പവർ ഫാക്ടർ നോക്കുന്നത്. അപ്പോൾ റെഫറൻസ് പവർ ഫാക്ടർ എത്രയാണ്, 0.9. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പവർ ഫാക്ടർ 0.8 ആണെങ്കിൽ നമ്മളെന്താണ് കുറവല്ലേ വരുന്നത്. അതായത് 0.9 പോയിൻ്റ് നമുക്ക് എത്രയേ ഉള്ളൂ, 0.8 ഉള്ളൂ. അപ്പം ഒരു 1%, 0.1% ഒരു ഡിക്ലൈൻ വരുന്നുണ്ട്. അത്രയും പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യും, പെനാൽറ്റി ആയിട്ട് ആഡ് ചെയ്യും. ഇനി നിങ്ങളുടെ പവർ ഫാക്ടർ 0.95% ആണെങ്കിലോ നിങ്ങൾക്ക് അഡീഷണലി കിട്ടിയ എഫിഷ്യൻറ്റിൽ നിങ്ങൾ യൂസ് ചെയ്തതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണോ അത് നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും, റിബേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടിയിൽ കൺസ്യൂമർ ഈസ് പീനലൈസ്ഡ് ഓർ ഡിസ്കൗണ്ട്, ഒന്നുകിൽ പീനലൈസ് ചെയ്യും അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യും. എന്തിൻ്റെ ബേസിലാണ്, പവർ ഫാക്ടർ ഫോൾ ചെയ്യുന്നുണ്ടോ ബിലോ ചെയ്യുന്നുണ്ടോ, അത് റെഫറൻസ് വാല്യൂവിനെക്കാട്ടും കൂടുതലാണോ പവർ ഫാക്ടർ അല്ലെങ്കിൽ റെഫറൻസ് വാല്യൂവിനെക്കാട്ടും കുറവാണോ പവർ ഫാക്ടർ നോക്കിയിട്ടാണ്. ഓക്കെ ആണല്ലോ, അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കാം. ദെൻ പ്രൊട്ടക്റ്റീവ് താരിഫ്. എന്താ പ്രൊട്ടക്റ്റീവ് താരിഫ് എന്ന് വെച്ചാൽ നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോറിൻ പ്രൊഡക്ട്സിനെ എന്താക്കുക, അൺഅട്രാക്റ്റീവ് ആക്കുക. എന്താണ് അട്രാക്റ്റീവ് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആ പ്രൈസിന് കൂടുതൽ ടാക്സ് ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് കൂടും, അതുവഴി അതെന്ത് ചെയ്യും, മാർക്കറ്റിൽ ആരും വാങ്ങാതെയാവും. ഇതാണ് പ്രൊട്ടക്റ്റീവ് താരിഫ്. ദെൻ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. ഇത് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ സർട്ടൻ ഇമ്പോർട്ട്സ് വെർ പ്രൊഡക്ട്സ് ആർ സബ്സിഡൈസ്ഡ് ബൈ എക്സ്പോർട്ടിംഗ് കൺട്രി. അപ്പം ഓരോ രാജ്യങ്ങളും അവരുടെ രാജ്യത്തിനുള്ള പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്സിഡി കൊടുക്കും. കാരണം എക്സ്പോർട്ട് കൂട്ടുക എന്നുള്ളതാണല്ലോ എല്ലാ രാജ്യത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പം എക്സ്പോർട്ടിൽ സബ്സിഡി കൊടുക്കുന്ന സമയത്ത് അവരുടെ കോസ്റ്റ് കുറയും. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സപ്പോസ് ഇന്ത്യൻ്റെ കേസിൽ ഇന്ത്യ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിന് എക്സ്പോർട്ട് സബ്സിഡി കൊടുക്കുന്നുണ്ട് വയ്ക്കുക. അപ്പം നമുക്ക് ഈ എക്സ്പോർട്ടിൻ്റെ കോസ്റ്റ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അമേരിക്കയിലേക്കാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ നമുക്കിത് ചെറിയ വിലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനങ്ങൾ അവിടെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ഇവിടെ നമുക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്, അപ്പോൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി, അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക എന്ത് ചെയ്യും, അവിടെ എക്സ്ട്രാ താരിഫ് ചാർജ് ചെയ്യും. അതിനാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ഗവൺമെൻറ് സബ്സിഡി ഇമ്പോർട്ട് ബിക്കം മോർ ചീപ്പർ ദാൻ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പോൾ എക്സ്പോർട്ട് സബ്സിഡി കൊടുക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ഡൊമസ്റ്റിക് മാർക്കറ്റിലെ പ്രൊഡക്റ്റിനെക്കാട്ടും ചീപ്പറായിട്ട് നമുക്ക് അവിടെ വിൽക്കാൻ പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടി ടു നള്ളിഫൈ ദി എഫക്റ്റ് എന്ന് വെച്ചാൽ ആ എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യും, കൂടുതൽ ടാക്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ചാർജ് ചെയ്യും. അതാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. ദെൻ റവന്യൂ താരിഫ് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം നമ്മളൊരു ടാക്സ് ചാർജ് അല്ലെങ്കിൽ എന്താണ് താരിഫ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനെന്താ വിളിക്കാം, റവന്യൂ താരിഫ്. ദെൻ ആൻറ്റി ഡംപിങ് താരിഫ്. ഡംപിങ് എന്ന് നമുക്കറിയാം അല്ലേ, ഒരു പ്രോഡക്റ്റ് വളരെ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ വേറൊരു രാജ്യത്തിൻ്റെ മാർക്കറ്റിൽ പോയിട്ട് വിൽക്കുക, അതിനാണ് എന്ത് വിളിക്കുക, ഡംപിങ് എന്ന് ഒഴിവാക്കുക അല്ലേ. ഇപ്പോൾ സപ്പോസ് അമേരിക്ക അവരുടെ പ്രൊഡക്റ്റുകൾ അവർക്ക് ലോ കോസ്റ്റ് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഡംപ് ചെയ്യാം. ഓക്കെ, സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വില കുറവായിട്ട് വാങ്ങും. അപ്പോൾ നമ്മളുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഡിമാൻഡില്ലാണ്ടാവും. ഈ ഒരു പ്രോബ്ലം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ആൻറ്റി ഡംപിങ് താരിഫ്, അതിനെതിരായിട്ടുള്ള താരിഫുകൾ നമ്മൾ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. ഓക്കെ ആണല്ലോ. യെസ്, ഇത്രയുമാണ് നമ്മുടെ താരിഫ് ബാരിയേഴ്സിൽ വരുന്നത്. അപ്പോൾ ഈ താരിഫ് ബാരിയറൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു ടാക്സ് ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എമൗണ്ട് ചാർജ് ചെയ്യാം, എന്നിട്ട് ആ ഒരു ട്രേഡിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. അതാണ് താരിഫ് ബാരിയർ എന്ന് പറഞ്ഞാൽ.
അപ്പോൾ എന്തായിരിക്കും നോൺ താരിഫ് ബാരിയർ എന്ന് പറഞ്ഞാൽ? താരിഫ് ടാക്സ് ചാർജ് ചെയ്യാതെ മറ്റു പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് മറ്റു പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക, നോൺ താരിഫ് ബാരിയർ. അപ്പോൾ നോൺ താരിഫ് ബാരിയറിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസിന് ഒരു തരത്തിൽ എഫക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, പ്രൊഡക്റ്റ് നേരത്തെ പറഞ്ഞ കേസിലൊക്കെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുകയാണ് ചെയ്യുക നമ്മൾ താരിഫ് ചാർജ് ചെയ്യുമ്പം. ഇവിടെ അതില്ല, പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലൊന്നും എഫക്റ്റ് ഇല്ല, പക്ഷേ എന്നാലും ട്രേഡിന് എന്താകുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ആവുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, കോട്ട സിസ്റ്റം. കോട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിമിറ്റ് ഫിക്സ് ചെയ്യാണ്. ഓക്കെ, അതായത് ഇമ്പോർട്ട് ക്വാണ്ടിറ്റി. ഏതൊരു പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്തും ഇത്ര ക്വാണ്ടിറ്റി മാത്രമേ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മളൊരു ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നതിനാണ് വിളിക്കാം കോട്ട സിസ്റ്റം. ഓക്കെ, വളരെ എളുപ്പമുള്ളതാണ്. ദെൻ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സ്. എന്താ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സ് വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റിന് ഒരു ക്വാളിറ്റി ഫിക്സഡ് സ്റ്റാൻഡേർഡ് വെക്കുക. ഇത്ര ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ നമ്മളെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളിപ്പം ഇന്ത്യയിൽ നിന്നൊക്കെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കയറ്റി വയ്ക്കുമ്പം പലപ്പോഴൊക്കെ നമ്മൾ വാർത്തയിൽ കാണാറുണ്ട്, രാജ്യങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്താണ് റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അമേരിക്ക റിജക്റ്റ് ചെയ്തു. കാരണം എന്താണ്, അവരവിടെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ മാത്രമേ അവിടത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കയറ്റി അയക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്ന വഴി ട്രേഡ് എന്താകുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ആവുന്നുണ്ട്. ദെൻ ഡൊമസ്റ്റിക് കണ്ടൻറ് റിക്വയർമെൻറ്റ്. അതായത് ഒരു ഫോറിൻ കൺട്രി, ഇപ്പോൾ USA നമ്മളെ രാജ്യത്തിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണ്, ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായ കണ്ടൻറ്റ് മെറ്റീരിയൽസൊക്കെ ചിലപ്പോൾ അവരെന്തായിരിക്കും USA നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറയുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഡൊമസ്റ്റിക് കണ്ടൻറ്റ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഡൊമസ്റ്റിക് കണ്ടൻറ്റ് എന്നാണ്, ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽസും പാർട്സും അവരുടെ പ്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അതിനാണ് എന്താ വിളിക്കുക, ഡൊമസ്റ്റിക് കണ്ടൻറ് റിക്വയർമെൻറ്റ്. അപ്പോൾ അത് പല രാജ്യങ്ങളും ചെയ്യുന്നതാണ്. അതായത് പ്രൊഡക്റ്റുകൾ മുഴുവൻ ഫോറിൻ പ്രൊഡക്റ്റ് ആക്കാതെ അതിലെ ചില പാർട്ടുകളോ ചില മെറ്റീരിയലോ നമ്മൾ ഡൊമസ്റ്റിക് കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തതായിരിക്കണം എന്ന് നമ്മളൊരു എന്താ പറയുക, ഒരു ക്രൈറ്റീരിയ വെക്കുക. അതിനാണ് എന്താ വിളിക്കുക, ഡൊമസ്റ്റിക് കണ്ടൻറ് റിക്വയർമെൻറ്റ്. അതാണ് പറഞ്ഞത്, വെൻ എ ഫോറിൻ കമ്പനി മേക്സ് പ്രൊഡക്റ്റ് ഇൻ എ കൺട്രി, ദ മെറ്റീരിയൽ പാർട്സ് എക്സെട്ര ദാറ്റ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ദാറ്റ് കൺട്രി റേദർ ദാൻ ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള പകരം ആ പാർട്സും മെറ്റീരിയൽസൊക്കെ എന്ത് ചെയ്യുക, ഡൊമസ്റ്റിക് കൺട്രിയിൽ തന്നെ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ പ്രോഡക്റ്റ് ലേബലിംഗ്. പ്രൊഡക്റ്റ് ലേബൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മളൊരു പ്രൊഡക്റ്റ് ലേബൽ ചെയ്യുമ്പം ആ പ്രൊഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതായത് എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടൻറ്റുകൾ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ നമ്മൾ ലേബലുണ്ടാവും. അപ്പോൾ ഈ ലേബലിങ്ങിൽ ചില രാജ്യങ്ങൾ എന്താണ് ഒരു ഇൻസ്ട്രക്ഷൻസ് കൊണ്ടുവരാറുണ്ട്. ഫോർ എക്സാമ്പിൾ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയനിൽ സംസാരിക്കുന്ന ലാംഗ്വേജസ് എവിടെ ഉണ്ടായിരിക്കണം, ആ ലേബിൾ ഉണ്ടായിരിക്കണം എന്ന് പറയാറുണ്ട്. അതൊരു പ്രൊഡക്റ്റ് ലേബലിങ്ങിൽ വരുന്നൊരു നോൺ താരിഫ് ബാരിയറാണ്. ഇനി പാക്കേജിങ് റിക്വയർമെൻറ്റ്. പ്രൊഡക്റ്റുകൾ പാക്കേജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് വരാറുണ്ട്. അതും യൂറോപ്യൻ യൂണിയൻ്റെ കേസിലാണ് നമ്മളൊരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. പാക്കേജ് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, അതെന്തായിരിക്കണം, റീസൈക്ലബിൾ മെറ്റീരിയൽ ആയിരിക്കണം എന്ന് അവർ കൃത്യമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റീസൈക്ലബിൾ മെറ്റീരിയൽ കൊണ്ട് മാത്രമേ എന്താണ് പാക്കേജിങ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി കോൺസുലർ ഫോർമാലിറ്റി. എന്താ കോൺസുലർ ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ, കോൺസുലേറ്റ് അറിയാമല്ലോ നമുക്ക്. ഇപ്പോൾ ഒരു രാജ്യങ്ങൾക്ക് അവരുടെ ഒരു ഓഫീസ് മറ്റ് പല രാജ്യങ്ങളുണ്ടാവും. അതിനാണ് നമ്മൾ വിളിക്കുക കോൺസുലേറ്റ് ഓഫീസ് എന്ന് വിളിക്കുക. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഒരു ഇമ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോൺസുലേറ്റ്, ഇപ്പോൾ സപ്പോസ് UK നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഒരു ഇമ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺസുലേറ്റ് UK ഉണ്ടാവും. അപ്പോൾ UKൻ്റെ പെർമിഷൻ, അവിടുത്തെ കോൺസുലേറ്റിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പ്രൊഡക്റ്റ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ദെൻ സ്റ്റേറ്റ് ട്രേഡിംഗ്. സ്റ്റേറ്റ് ട്രേഡിങ്ങിന് നമ്മൾ വേറൊന്നും കൂടി വിളിക്കും കാനലൈസ്ഡ് ട്രേഡിംഗ്. അതായത് ഈ സ്റ്റേറ്റ് ട്രേഡിങ്ങിൽ കുറേ ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രൊഡക്റ്റുകൾ നമുക്ക് നോർമലി ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും പറ്റില്ല. കാനലൈസ്ഡ് ത്രൂ ഗവൺമെൻറ് ഏജൻസീസ്. ഗവൺമെൻറ്റിന് ചില കമ്പനികളുണ്ടാവും അല്ലേ. MMTC ആണ് ഇവിടെ ഒരു എക്സാമ്പിൾ. ഇന്ത്യൻ്റെ കേസിൽ MMTC ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ കേസിൽ വിട്ടുപോയിട്ടുണ്ട്, അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. MMTC ആണ് ഇന്ത്യൻ്റെ കേസിൽ. അതായത് ഈ ലോഹങ്ങൾ, ധാതുക്കൾ ഇതൊക്കെ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യൻ്റെ ഒരു കമ്പനിയാണ് എന്ത്, MMTC എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റുകൾ ഈ ഒരു കാനലൈസ്ഡ് ഏജൻസിയിൽ കൂടെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബാരിയേഴ്സ് ടു ട്രേഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ ടൈപ്പ് ഓഫ് താരിഫ് ഇൻ വിച്ച് എ കൺസ്യൂമർ ഈസ് പീനലൈസ്ഡ് ഓർ ഗിവൺ ഡിസ്കൗണ്ട് വെൻ ദി പവർ ഫാക്ടർ ഫാൾസ് ബിലോ ഓർ എബോവ് ദി റെഫറൻസ് വാല്യൂ ഈസ് കോൾഡ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ്, സ്ലൈഡിംഗ് സ്കെയിൽ താരിഫാണ് നമ്മളിവിടെ പറഞ്ഞു അല്ലേ.
അപ്പം നിങ്ങൾ ഓരോ താരിഫും പഠിക്കുന്ന സമയത്ത് അതിൻ്റെ മീനിങ് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. അതിൻ്റെ അർത്ഥം ബൈഹാർട്ട് പഠിക്കണം എന്നല്ല, അതിൻ്റെ കണ്ടൻറ്റ് മീനിങ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ.